ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള UAE ലോട്ടറി എന്ന് പറയുന്ന ലോട്ടറിയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡ്രോ ഇന്നലെ, അതായത് 14/12 കഴിഞ്ഞു. അതിൽ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ആരും വിൻ ചെയ്തിട്ടില്ല. ഇതിൽ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഏകദേശം 10 കോടി UAE ദിർഹമാണ്, ഏകദേശം 240 കോടി ഇന്ത്യൻ രൂപ വരും ഒന്നാം സമ്മാനം എന്ന് പറയുന്നത്. അതുമാത്രമല്ല നിരവധി സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. അതിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രൈസ്, പിന്നെ രജിസ്ട്രേഷൻ, KYC, ഡെപ്പോസിറ്റ് ചെയ്യുക, അങ്ങനെ ടിക്കറ്റ് എടുക്കുക, മറ്റു കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇനി അടുത്ത നറുക്കെടുപ്പ് വരുന്നത് 28/12 ആണ്. 28/12 ശനിയാഴ്ചയാണ് അടുത്ത നറുക്കെടുപ്പ് വരുന്നത്. 230 കോടിയാണ് ഒന്നാം സമ്മാനം. ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം 1150 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. കൂടാതെ ബാങ്കുകൾ ഏതെങ്കിലും ചാർജ് പിടിക്കുക, ട്രാൻസാക്ഷൻ ചാർജ് പിടിക്കുകയാണ്, അതും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ടോട്ടൽ ഏകദേശം എന്തായാലും 1,200 അടുത്താണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ലോട്ടറി ഉണ്ട്, അത് ഈ നവംബർ 22 നമ്മൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 24,000 കോടി രൂപയുടെ സമ്മാനങ്ങളുള്ള സ്പാനിഷ് ലോട്ടറിയാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ നമ്മളിതിൻ്റെ സമ്മാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൽ ടോട്ടൽ വരുന്ന സമ്മാനങ്ങൾ എന്ന് പറയുന്നത് 5 സമ്മാനങ്ങളാണ് വരുന്നത്. 5 അല്ല 6 തരം സമ്മാനങ്ങൾ വരുന്നുണ്ട്. ഒന്നാം സമ്മാനമാണ് 7 നമ്പർ. ഇതിൽ നമ്പേഴ്സ് വരുന്നത് ടോട്ടൽ വരുന്നത് 43 നമ്പേഴ്സാണ്. അതിൽ ഡേയ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 30 നമ്പറും മന്ത്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 12 നമ്പറും. അപ്പോൾ അതിൽ നമ്മൾ ടോട്ടൽ നമ്പേഴ്സിൽ 43 നമ്പേഴ്സിൽ 7 നമ്പർ മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഒന്നാം സമ്മാനം 240 കോടി രൂപ സമ്മാനം ലഭിക്കും. അത് 6+1 ആണ്. അതായത് 2 കാറ്റഗറിയിൽ 6 നമ്പർ ഡേയ്സ് എന്നും 1 നമ്പർ മന്ത്സ് എന്നും അങ്ങനെയാണ് വരിക. യൂഷ്വലായിട്ടുള്ള ബാക്കിയുള്ള ലോട്ടറികളെ പോലെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. രണ്ടാം സമ്മാനം 6 നമ്പറിനാണ്. 6 നമ്പറിന് 10 ലക്ഷം AED ആണ്, ഏകദേശം 2.40 കോടി ഉണ്ടാവും. മൂന്നാം സമ്മാനം 6 നമ്പറിനാണ്, 5+1 1 നമ്പറാണ്, അതിന് 1 ലക്ഷം ദർഹാണ് നമുക്ക് സമ്മാനം ലഭിക്കുന്നത്. നാലാം സമ്മാനം 1000 ദർഹാണ്, അത് 5 നമ്പർ മാച്ചായിട്ടുണ്ടെങ്കിലാണ്. അഞ്ചാം സമ്മാനം 100 ദർഹാണ്, അതിൽ 4 നമ്പർ മുതൽ 1 നമ്പർ വരെ മാച്ച് ആക്കിയിട്ടുണ്ടെങ്കിലും 100 ദർഹാണ്. അതിന് നമ്പേഴ്സ് കൂടുതൽ മാച്ചായി നേരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. 3+1 2+1 1+1 0+1 എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 ദർഹം സമ്മാനം ലഭിക്കും. അത് കൂടാതെ ഇതിൽ ലക്കി ചാൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ 7 ആളുകൾക്ക് നിർബന്ധമായിട്ടും 1 ലക്ഷം ദർഹം സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് 14/12 ആയിരുന്നു. അതിന് ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഇതിൽ ഡ്രോയുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് തന്നെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് വളരെ വിന്നിങ് ചാൻസ് കുറവുള്ള ഒരു സമ്മാനമാണ്. അത് നമുക്ക് മറ്റുള്ള ലോട്ടറികൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കാം. നമുക്ക് US മെഗാ മില്യൺ മറ്റ് ലോട്ടറികളൊക്കെ ആണെങ്കിൽ അത് വിൻ ചെയ്തിട്ടില്ലെങ്കിൽ റോൾ ഓവറായിട്ട് പോകും. പക്ഷേ ഇതിൽ അങ്ങനെയില്ല, ഇതിൽ ഫിക്സഡ് ആണ്. ഇവരെ ഒട്ടുമിക്ക ലോട്ടറികളും UAEൻ്റേത് ഇങ്ങനെ തന്നെയാണ്. കാരണം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഒന്നാം സമ്മാനം. അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ കൂടുതൽ ഇതിലെടുക്കാനുള്ള ഒരു ഇതുണ്ടാവും. പക്ഷേ ഒന്നാം സമ്മാനം വിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. സെക്കൻഡ് പ്രൈസ് മുതൽ താഴേക്കുള്ളത് നമുക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ സെക്കൻഡ് പ്രൈസും ഇത് ഈ ലാസ്റ്റ് ഡ്രോയിൽ വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമുക്ക് മലയാളികൾക്ക് ആർക്കും എടുക്കാം, പക്ഷേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ എമിറേറ്റ്സ് ID എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് അവിടെയുള്ള ID ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ, എടുക്കാൻ കഴിയുള്ളൂ. അവിടുത്തെ അഡ്രസ്സ് കൊടുക്കണം, ആൾ അവിടെ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പുറത്തുനിന്ന് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് എടുക്കാം, എമിറേറ്റ്സ് ID ഉള്ളവർക്ക് എടുക്കാം. അതായത് ലീവിന് വന്നവർ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ എടുക്കാം, വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ എമിറേറ്റ്സ് ID ഹോൾഡ് ചെയ്യുന്ന അവിടെയുള്ള അഡ്രസ്സ് കൊടുത്ത് അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഉള്ളൂ അവർ ട്രാൻസ്ഫർ ചെയ്ത് തരുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. അതുമാത്രമല്ല, പിന്നെ ഇതിൽ വേറെ കുറേ സ്ക്രാച്ച് കാർഡ് ഉണ്ട്, അതൊന്നും എടുക്കാത്തതാണ് നല്ലത്. അതൊക്കെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയുള്ള റിസൾട്ട് ആയിരിക്കും, അതുകൊണ്ട് അത് വിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതൊന്നും എടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക, മറ്റു കാര്യങ്ങൾ നോക്കാം. ചെയ്യേണ്ടത്, നമ്മൾ നേരെ റൈറ്റ് സൈഡിലായിട്ട് കാണാം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാം. രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക. ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കുക, എമിറേറ്റ്സ് ID കൊടുക്കുക, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ നമുക്ക് UAEയിലുള്ള നിങ്ങൾക്ക് അവിടെ ഫോൺ നമ്പർ ഉണ്ട്, അത് കൊടുക്കുക. നിങ്ങൾ ഇന്ത്യയിലുള്ള ഫോൺ നമ്പർ ആണെങ്കിൽ അത് കൊടുക്കുക, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മെയിൽ ID കൊടുക്കുക. പാസ്വേഡ് എന്ന് പറയുമ്പോൾ മിനിമം 8 to 20 ക്യാരക്ടർ ലെങ്ത്ത് വേണം. അതിൽ ഒരു നമ്പർ നിർബന്ധമായിട്ട് വേണം, ഒരു ലെറ്ററും വേണം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ $, അങ്ങനത്തെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു സിമ്പിളും വേണം. അങ്ങനെ 8 അക്കത്തിൽ കുറയാത്ത ഒരു
പാസ്വേഡാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഐ എം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹിയർ കൺഫേം എന്നുള്ളത് കൊടുത്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അഡ്രസ്സ് ഫില്ല് ചെയ്യാനാണ്. നമ്മൾ യു എയിലുള്ള നമ്മുടെ അവിടുത്തെ എമിറേറ്റ്സ് ഐഡിയിലുള്ള അതേപോലത്തുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം നിങ്ങൾ എമിറേറ്റ്സ് ഐഡിയിലുള്ള അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. കാരണം അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് മറ്റു കാര്യങ്ങൾ അതിലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ആയാലും നിങ്ങൾ യൂസർ നെയിം, പിന്നെ കാർഡിൻ്റെ വിഷയമുണ്ട്, കാർഡ് ബാങ്ക് കാർഡിലുള്ള അതേപോലത്തെ യൂസർ നെയിം പേര് നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വെരിഫൈ ചെയ്യാനുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ മെയിൽ ഐ ഡി, നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തിട്ട് അതിലേക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഐ എം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം കൺഗ്രാജുലേഷൻസ്, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഒക്കെ, ജസ്റ്റ് KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അത് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ എമിറേറ്റ്സ് ഐ ഡി വെരിഫിക്കേഷനിൽ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിൽ അപ്ലോഡ് ഫോട്ടോ കൊടുക്കാം നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി, അല്ലെങ്കിൽ ടേക്ക് ഫോട്ടോ കൊടുക്കുക. ടേക്ക് ഫോട്ടോ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്രൗസറിൽ ക്യാമറ അലോ ചെയ്യാനുള്ള ഒരു ഇത് വരും. നമ്മൾ അപ്ലോഡ് ഫോട്ടോ ആണെങ്കിൽ സ്റ്റോറേജ് അലോ ചെയ്യാനുള്ളതായിരിക്കും വരിക. അതിനുശേഷം അലോ എന്ന് കൊടുക്കുക. എമിറേറ്റ്സ് ഐ ഡി സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കും. അപ്പോൾ അത് ജസ്റ്റ് കൺഫേം കൊടുക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ട് ചെയ്താൽ മതി. ഒക്കെ ഞാൻ കൺഫേം കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു സെൽഫി എടുക്കണം. അപ്പോൾ അതിനുശേഷം ഗെറ്റ് റെഡി കൊടുക്കുക. ഗെറ്റ് റെഡി കൊടുത്തിട്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് വെളിച്ചമുള്ളൊരു സ്ഥലത്ത് പിന്നെ ക്യാപ്പ് ഇടരുത്, ഗ്ലാസ് ഇടരുത്, മാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത്. നമ്മുടെ നോർമലായിട്ടുള്ള ഫോട്ടോ ആണ് വേണ്ടത്. ഓക്കെ, ഗെറ്റ് റെഡി കൊടുത്തിട്ട് അതിനുശേഷം ക്യാമറ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം ഒന്ന് സ്മൈൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാമറ ക്യാപ്ചർ ആയിക്കോളും. അപ്പോൾ വെരിഫിക്കേഷൻ പ്രോഗ്രസ് കാണിക്കും. അപ്പോൾ നമുക്ക് കാണാം കൺഗ്രാജുലേഷൻ, നമ്മുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യില്ല, ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അന്ന് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. അങ്ങനെ ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അതിൽ നമുക്ക് എത്ര 50 ദിർഹം, 100, 5000 വരെ നമുക്ക് ചെയ്യാം. അതിൽ നമുക്ക് ബാങ്ക് കാർഡും ഉണ്ട്, വേറെ പേ ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ഓക്കെ, നമ്മുടെ പേരിലുള്ള തന്നെയുള്ള ബാങ്ക് കാർഡ് അങ്ങനത്തെ കാര്യങ്ങൾ വേണം. അതിനുശേഷം നമ്മൾ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV, കാർഡ് ഹോൾഡർ നെയിം ഓൾറെഡി അവിടെ പ്രീ ഫിൽഡ് ആയിരിക്കും. അതിനുശേഷം പേ ID 50 എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് കാണാം. അതിനുശേഷം നമ്മൾ നേരെ ലോട്ടറി പേജിലേക്ക് പോവുക. പേജിലേക്ക് പോയിട്ട് നമ്മൾ ലോട്ടറി സെലക്ട് ചെയ്തതിനു ശേഷം ക്വിക്ക് ബൈ എന്നുള്ളത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം ടിക്കറ്റ് പർച്ചേസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്, KYC ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ഡ്രോ വരുന്നത് 28/12-നാണ്. അതായത് 2 ആഴ്ച കൂടുമ്പോഴാണ്, 2 ശനിയാഴ്ച കൂടുമ്പോഴാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത്. ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ടാണ്. പക്ഷേ അത് വിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. സെക്കൻഡ് പ്രൈസ് പോലും വിൻ ചെയ്തില്ല ലാസ്റ്റ് ഇതിൽ. അപ്പോൾ നമുക്ക് അടുത്തതിൽ എങ്കിലും സെക്കൻഡ് പ്രൈസ് വിന്നറെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം. സെക്കൻഡ് പ്രൈസ് വിന്നിങ് വളരെ കുറവാണ്, 2.40 കോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇതേപോലുള്ള മെഗാ മില്യൺ, യൂറോ മില്യൺ, അങ്ങനെ കുറേ ലോട്ടറികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ലോട്ടറികൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.